Sysbizz സോഫ്റ്റ്വെയറിലെ എംപ്ലോയി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായി ടോപ്പ് ലെഫ്റ്റ് കോർണറിൽ മെനു ബാർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്താൽ എംപ്ലോയീസിൻ്റെ അണ്ടറിൽ എംപ്ലോയി മാനേജർ ക്ലിക്ക് ചെയ്യുക. ഇതാണ് എംപ്ലോയീസിൻ്റെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനുള്ളൊരു സ്പേസാണിത്. ഇതിൽ ഫസ്റ്റ് തേർഡ് കോളംസ് എംപ്ലോയീസിൻ്റെ ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം ആൻഡ് ലാസ്റ്റ് നെയിം സെറ്റ് ചെയ്തെടുക്കാനുള്ള സ്പേസാണ്. അത് കഴിഞ്ഞിട്ട് അഡ്രസ്സ് ആൻഡ് ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, ഇമെയിൽ, ടെലിഫോൺ, മൊബൈൽസ് ഒക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാനുള്ളൊരു സ്പേസസാണിത്. ഇനി ഇവിടെ ഡെസിഗ്നേഷൻ സെറ്റ് ചെയ്യാനുള്ള സ്പേസാണ്. ഇത് ഓൾറെഡി ഇതിലുള്ള കുറച്ച് ഡെസിഗ്നേഷൻസ് ആണ്. ഇനി എക്സ്ട്രാ എല്ലാ ഡെസിഗ്നേഷനും ആഡ് ചെയ്യണമെങ്കിൽ എങ്ങനെ ആഡ് ചെയ്യാൻ നോക്കാം. അതിന് മെനു ബാറിൽ എംപ്ലോയീസിൻ്റെ അണ്ടറിൽ ജോബ് റോൾ പ്രിവിലേജ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് വരുമ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. നമ്മൾ പുതിയതായിട്ട് ഏത് ജോബ് റോൾ ആണോ ആഡ് ചെയ്യുന്നത് ആ ഒരു ജോബ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. ഞാൻ അക്കൗണ്ടൻ്റ് ആണ് ആഡ് ചെയ്യാൻ പോകുന്നത്. ഇങ്ങനെ ഇവിടെ നമ്മൾ ആ ജോബ് റോൾ എൻ്റർ ചെയ്തതിന് ശേഷം സേവ് ചെയ്യുക. ഇങ്ങനെയാണ് പുതിയൊരു ഡെസിഗ്നേഷൻസ് ആഡ് ചെയ്യാം. ഓക്കെ, നമ്മളിപ്പോൾ സെറ്റ് ചെയ്ത ഡെസിഗ്നേഷൻസ് ഇവിടെ ആഡ് ആയിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇനി യൂസർ നെയിമും പാസ്വേഡും സെറ്റ് ചെയ്യാനുള്ള സ്പേസാണിത്. ഇത് ഉപയോഗിച്ചുകൊണ്ട് ഈ എംപ്ലോയിക്ക് സിസ്ബിസ് സോഫ്റ്റ്വെയർ ആക്സസ് ചെയ്യാവുന്നതാണ്. എന്തെങ്കിലും പ്രിവിലേജസ് എക്സ്ട്രാ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പ്രിവിലേജസ് മാത്രം വെച്ചുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് യൂസ് ചെയ്യാം. മെനു ബാറിലുള്ള എല്ലാ ഓപ്ഷൻസും എംപ്ലോയിക്ക് ആക്സസ് ചെയ്യേണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെയാണോ ആക്സസ് ചെയ്യേണ്ടത് അത് മാത്രം ആക്സസ് കൊടുത്തിട്ട് നമുക്ക് അങ്ങനെയും ചെയ്യാം. അതെങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. നമ്മളിവിടെ യൂസർ നെയിമും പാസ്വേഡും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് വെച്ച് എങ്ങനെ ഈ എംപ്ലോയിക്ക് ഒരു പ്രിവിലേജ് കൊടുക്കാൻ നോക്കാം. ഇത്രയും ഡീറ്റെയിൽസ് ആഡ് ചെയ്തതിനു ശേഷം സേവ് ചെയ്യാം. എംപ്ലോയി പ്രിവിലേജ് എങ്ങനെ നോക്കാം. അതിനായിട്ട് മെനു ബാറിൽ എംപ്ലോയീസിൻ്റെ അണ്ടറിൽ എംപ്ലോയി പ്രിവിലേജ് പറഞ്ഞിട്ടൊരു ഓപ്ഷൻസ് കാണും. അത് ക്ലിക്ക് ചെയ്യാം. ഇനി നമ്മൾ ഏത് എംപ്ലോയിക്കാണോ പ്രിവിലേജ് കൊടുക്കുന്നത് അത് ക്ലിക്ക് ചെയ്യാം. ആ എംപ്ലോയിനെ ക്ലിക്ക് ചെയ്യാം. ഇനി ഈ എംപ്ലോയിൻ്റെ ജോബ് റോൾ എന്താണോ അത് സെലക്ട് ചെയ്യുക. അക്കൗണ്ടൻ്റ് ആണ്, അത് ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഏതെല്ലാം സെക്ഷൻസ് ആണോ ഈ എംപ്ലോയിക്ക് ആക്സസ് ചെയ്യേണ്ടത് ആ സെക്ഷൻസ് മാത്രം സെലക്ട് ചെയ്യാം. ഏതെങ്കിലും ഒന്നിൻ്റെ ടിക്ക് ക്യാൻസൽ ചെയ്താൽ അത് ആക്സസ് ചെയ്യാൻ കഴിയില്ല. എന്തെല്ലാമാണോ ആക്സസ് ചെയ്യേണ്ടത് അത് മാത്രം ക്ലിക്ക് ചെയ്യാം. ഇനി ഈ എംപ്ലോയിക്ക് ഈ യൂസർ നെയിമും പാസ്വേഡും സെറ്റ് ചെയ്ത് കൊടുത്താൽ ഈ എംപ്ലോയിക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നത് ഐറ്റംസ് ആൻഡ് സ്റ്റോക്ക്, പർച്ചേസ്, സെയിൽസ് എന്ന് പറഞ്ഞ 3 സെക്ഷൻസ് മാത്രമായിരിക്കും. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇതിനായിട്ട് ഇത് സേവ് ചെയ്യാം. ഇനി ഈ സോഫ്റ്റ്വെയർ ഒന്ന് എക്സിറ്റ് അടിച്ച് വീണ്ടും റീഓപ്പൺ ചെയ്തിട്ട് റീഓപ്പൺ ചെയ്യുമ്പം യൂസർ നെയിമും പാസ്വേഡും നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തത് എൻ്റർ ചെയ്യാം. എന്നിട്ട് ലോഗിൻ ചെയ്യാം. അപ്പോൾ മെനു ബാറിൽ നമ്മൾ നേരത്തെ കൊടുത്ത പ്രിവിലേജിലുള്ള 4 പ്രിവിലേജസ് മാത്രമേ ഉള്ളൂ. ഐറ്റം, സ്റ്റോക്ക്, പർച്ചേസ്, സെയിൽസ്. ഈ 4 പ്രിവിലേജസ് മാത്രമേ ഈ എംപ്ലോയിക്ക് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇങ്ങനെയാണ് ഓരോ എംപ്ലോയിക്കും പ്രിവിലേജസ് നൽകുന്നത്.